അച്ചീവേഴ്സിനും ഒക്കെ ഇനി വരും കാലങ്ങളിൽ എത്രയും പെടുന്ന എമറാൾഡായിട്ട് ഈ വേദിയിൽ ഇവരെയൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അടുത്തത് ഈ വേദിയിലേക്ക് വരുന്നത് ആർസിഎമ്മിന്റെ പില്ലേഴ്സ് എന്നറിയപ്പെടുന്ന എമറാൾഡ് അച്ചീവേഴ്സിനെയാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ എമറാൾഡ് അച്ചീവേഴ്സും അവരുടെ ഫോട്ടോ ഇവിടെ കാണാം. എല്ലാ എമറാൾഡ് അച്ചീവേഴ്സും ഒന്ന് എഴുന്നേറ്റ് നിങ്ങൾ ഈ വേദിയിലേക്ക് എത്രയും വേഗം വരണം. ഓൾ എമറാൾഡ് അച്ചീവേഴ്സ് നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ മോസ്റ്റ് സീനിയർ ലീഡേഴ്സ് ആണ് ഇവരെല്ലാവരും. 1,00,000-ലധികം മാസത്തിൽ വരുമാനം മേടിക്കുന്ന ഓൾ എമറാൾഡ് അച്ചീവേഴ്സ്. ഒരു നിറഞ്ഞ കൈയടി, നിറഞ്ഞ കൈ, നല്ലൊരു കൈയ്യടി വേണ്ടി നമുക്ക് നമ്മുടെ എമറാൾഡ് അച്ചീവേഴ്സിനെ ഈ വേദിയിലേക്ക് നമുക്ക് നമ്മുടെ ഗ്രേറ്റ് എമറാൾഡ് അച്ചീവേഴ്സ് ആണ്. ഒരു നല്ല കഴിവ് നമ്മുടെ പ്രിയപ്പെട്ട എമറാൾഡ് അച്ചീവേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഫോട്ടോ ഒക്കെ വന്ന് ഇത്രയും വലിയ സ്ക്രീനില് പണ്ട് ഷേണായ്സ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു എറണാകുളത്ത്, അല്ലെ? ഹ്യൂജ് സ്ക്രീനാണ്. അതുപോലത്തെ ഹ്യൂജ് സ്ക്രീനിൽ നമ്മുടെയൊക്കെ ഫോട്ടോ വന്ന് ആ എന്താ പറയുക 12,500-ഓളം ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഒരു അംഗീകാരം നേടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? ആണോ? അല്ല. ഇനി ഈ വേദിയിലേക്ക് വരുന്നത് ഇനി ആരാ വിളിക്കണ്ടേ? നിങ്ങൾ പറയാം, ആരാ വിളിക്കണ്ടേ? ആരെയാ? ഒരു നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്റ്റാർ എമറാൾഡ് അച്ചീവേഴ്സ് ഇതാ വരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ രാജൻ സാർ, ഗിരീഷ് സാർ, അടുത്തത് നമ്മുടെ നാരായണൻ സാർ, ബാബു എം ഡി സാർ, അർജുൻ സാർ, ശ്രീജിത്ത് സാർ, സജീവ് സാർ. ഓൾ സ്റ്റാർ എമറാൾഡ് വിത്ത് ഫാമിലി, വിത്ത് ഫാമിലി, സ്റ്റാർ എമറാൾഡ് വിത്ത് ഫാമിലി. നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാർ എമറാൾഡ് അച്ചീവേഴ്സിന് ഒരു ബൊക്കെ കൊടുത്ത് സ്വീകരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ടെക്നിക്കൽ അച്ചീവേഴ്സ്. നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാർ എമറാൾഡ് അച്ചീവേഴ്സിന് ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നു. 6 ടെക്നിക്കൽ ലീഡേഴ്സ് ഉണ്ട്. 6 ലീഡേഴ്സിനും ഓരോരുത്തരും ഓരോ ബൊക്കെ ഉണ്ട്. ഒരു നിറഞ്ഞ കൈയുടെ ഗ്രേറ്റ് ലീഡേഴ്സ് നാരായണൻ സാർ, ഡോക്ടർ രാജൻ സാർ, ഗിരീഷ് സാർ ആൻഡ് ഫാമിലി, സജീവ് സാർ ആൻഡ് ഫാമിലി, ബാബു എം ഡി സാർ ആൻഡ് ഫാമിലി. നമുക്ക് ഇവിടെ ഇല്ലാത്തത് ശ്രീജിത്ത് സാർ വന്നിട്ടില്ല. ശ്രീജിത്ത് സാറിന് വേണ്ടി ഒരു നിറഞ്ഞ കൈ. ഓക്കെ, താങ്ക് യു നമ്മുടെ എല്ലാ സ്റ്റാർ എമറാൾഡ് അച്ചീവേഴ്സ്. ഇനി ആരെ വിളിക്കണ്ടേ? ഇനി ആരെ വിളിക്കണ്ടേ? ആരെ കാണണ്ടേ? ഹലോ, ആര്യ? റൂബി. ഇതാ വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട റൂബി അച്ചീവേഴ്സ്. അവരുടെ പേര് നല്ലൊരു കൈ. നമ്മുടെ പ്രിയപ്പെട്ട ഗോപകുമാർ സാർ, രഞ്ജിത്ത് സാർ, ഹേമന്ത് സാർ ആൻഡ് ബിനു സാർ. ഒരു നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട റൂബി അച്ചീവേഴ്സ്. വെൽക്കം ഹേമന്ത് സാർ, വെൽക്കം സാർ. ബിനു സാറിനെ പ്രതികരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ആഷി. ഇവർക്കൊരു ബൊക്കെ കൊടുത്ത് സ്വീകരിക്കാൻ ടെക്നിക്കൽ അച്ചീവേഴ്സ്. റൂബി അച്ചീവേഴ്സിന് വേണ്ടി ഹലോ, നല്ലൊരു കഴിയാവട്ടെ. ഇനി ആരെ വിളിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞ വിളിക്കാൻ ആരെ കാണണ്ടേ? അടുത്തത് ഈ വേദിയിലേക്ക് വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാർ റൂബി സുജിത് കുമാർ സാർ ആൻഡ് ഫാമിലി. ഒരു നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാർ റൂബി സുജിത് സാർ ആൻഡ് സുബിൻ, മകൻ സുബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആർസിഎമ്മിന്റെ കോർ ലീഡറാണ്. ആ രീതിയിൽ ഒരു
बिस्वी साहब। मालिक हम सब है मालिक, मालिक हम सब है मालिक, मालिक हम सब है मालिक, हम है मालिक। आसिम ताकत हमारी, आसिम दुनिया हमारी, ये है शान हमारी। मालिक बनकर मजे मजे में मूल्य आधारित काम करेंगे। मालिक बनकर मजे मजे में मूल्य आधारित काम करेंगे। ഇനി ആരെയാ വിളിക്കണ്ടേ? ആരെ ആരെ ഒരു നിറഞ്ഞ കൈയ്യടിയോടുകൂടെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സൗത്ത് ഇന്ത്യയില് ഇങ്ങനെ ഒരാളേ ഉള്ളൂ, അത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഭയ CR മൂർത്തി സാർ, അഖില മേഡം, ഡോക്ടർ ഹരി. ഒരു നിറഞ്ഞ കൈയ്യടിയോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. हम सब है मालिक, हम है मालिक। मालिक हम सब है मालिक, मालिक हम सब है मालिक, मालिक हम सब है मालिक, हम है मालिक। आसिम ताकत हमारी, आसिम നമ്മുടെ സഭയുടെ സ്വീകരണം ബൊക്കെ കൊടുത്ത് हमारी। രമ്യ മേഡം ബൊക്കെ കൊടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഭയെ സ്വീകരിക്കുന്നു. സമരങ്ങളാണ്. मजे में मूल्य आधारित काम करेंगे। मालिक बनकर मजे मजे में मूल्य आधारित काम। താങ്ക് യു. എല്ലാവരും ഇരുന്നോളൂ. ഇവിടുന്ന് ലീഡേഴ്സ് ആരും പോകരുത്. ഇപ്പോ നമ്മളൊരു വീഡിയോ കാണും. ഞാൻ തൽക്കാലം ഈ സ്റ്റേജിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. അല്പം കഴിഞ്ഞ് വീണ്ടും വരും. പക്ഷെ മൈക്ക് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ സഫയർ ഡോക്ടർ ഹരിക്കാണ്. സ്വപ്നങ്ങളുടെ ചിറകുമായി പറന്നുയരാൻ കൊതിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ ഈ സ്വപ്നങ്ങൾക്ക് പലപ്പോഴും വിലങ്ങുതടിയാകുന്നത് തൊഴിലില്ലായ്മയാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും അനുയോജ്യമായ ജോലി ലഭിക്കുന്നുണ്ടോ? ഈ വിദ്യാഭ്യാസ നേട്ടം വർദ്ധിച്ചു വരികയാണെങ്കിലും വിദ്യാഭ്യാസ സമ്പ്രദായം നൽകുന്ന കഴിവുകളും ആധുനിക വ്യവസായങ്ങളുടെ ആവശ്യങ്ങളും തമ്മിൽ ഒരു പ്രധാന പൊരുത്തക്കേട് നിലനിൽക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ് ഇന്ത്യയുടെ തൊഴിൽ വിപണിയെ അടിസ്ഥാനപരമായി പുനർനിർമ്മിക്കാൻ സാധ്യതയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഓട്ടോമേഷൻ തൊഴിൽ സ്ഥാനചലനത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് IT പോലെയുള്ള മേഖലകളിൽ പതിവ് ജോലികളിലും വൈറ്റ് കോളർ ജോലികളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ് ഇന്ത്യയുടെ തൊഴിൽ മേഖലയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തൊഴിലാളികളിൽ വലിയൊരു ഭാഗം 80% അനൗപചാരിക മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ഈ മേഖലയിൽ കുറഞ്ഞ വേതനം, തൊഴിൽ സുരക്ഷിതത്വമില്ലായ്മ, സാമൂഹിക ആനുകൂല്യങ്ങളുടെ അഭാവം എന്നിവ പ്രധാനമാണ്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, വ്യായാമമില്ലായ്മ, മാനസിക സമ്മർദ്ദം തുടങ്ങിയവ ഹൃദ്രോഗം, പ്രമേഹം, പൊണ്ണത്തടി, വിഷാദം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ആവശ്യത്തിന് പോഷകങ്ങൾ ലഭിക്കാത്തത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. വിളർച്ച, എല്ലുകളുടെ ബലക്കുറവ്, രോഗപ്രതിരോധ ശേഷി കുറയുക എന്നിവ ചില ഉദാഹരണങ്ങളാണ്. വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും കുറവ് ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. സാധാരണക്കാർക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങളുടെ വില വളരെ വേഗത്തിൽ കൂടി വരികയാണ്. ഇത് സർക്കാർ കണക്കുകളും സാധാരണക്കാരുടെ യഥാർത്ഥ ജീവിത ചെലവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ ഓരോ വർഷവും 10 മുതൽ 14% വരെയും, വിദ്യാഭ്യാസ ചിലവുകൾ 10% മുതൽ 12% വരെയും കുതിച്ചുയരുകയാണ്. ഇത് കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞതെല്ലാം സത്യമാണോ?